മഴത്തുള്ളി കിലുക്കം അത് രണ്ടാമത്തെ സിനിമയായിരുന്നു. ആ സിനിമയുടെ ലൊക്കേഷനിലാന്ന് തോന്നുന്നു നവ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ പാവയ്ക്ക കഴിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയത് അല്ലേ? എന്തായിരുന്നു ആ സംഭവം? ഇത്രയും കൂടുതൽ പാവയ്ക്ക ഒറ്റയടിക്ക് കഴിയാൻ ഈ ചേപ്പാടുകാരിക്ക് ഭാഗ്യം ഉണ്ടായത്? നവ്യ കഴിച്ചൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ പാവയ്ക്ക തോട്ടത്തിൽ ഒരു സീനുണ്ട്. നല്ല സീനാ അത്. ഷൂട്ടിംഗ് എവിടെ ആയിരുന്നു? മെർക്കാറ. നല്ല ഭംഗിയുള്ള തോട്ടമാണ്. അപ്പൊ ഇങ്ങനെ പാവയ്ക്ക പഴുത്തതും പച്ചയൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുക. അപ്പൊ അവർക്കത് ഒരുമിച്ച് വെട്ടിട്ടാണല്ലോ അവർ അയക്കുക, വിൽപ്പന നടത്തുന്നത് അവര്. അപ്പൊ അവര് പറഞ്ഞു ഈ പാവയ്ക്കാത്തോട്ടം നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് തരണമെങ്കിൽ ആൾക്കാർ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ലൈറ്റൊക്കെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഈ പാവയ്ക്ക പിന്നെ അവർക്ക് പുറത്ത് വിൽക്കാൻ പറ്റില്ല, അത് കേടാവും. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്ഷൻ ഇത് വാങ്ങണം മൊത്തം പാവയ്ക്കും മുഴുവൻ. വലിയ പാവയ്ക്കാത്തോട്ടാണ് സിനിമ കണ്ടിട്ടുള്ള. മൊത്തം വാങ്ങിച്ചാലേ സിനിമ ഷൂട്ടിംഗ് പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർ ഷൂട്ടിംഗ് കഴിഞ്ഞ് മുഴുവൻ പാവയ്ക്കയും വാങ്ങിച്ചിരുന്നു അത്രേ. എനിക്കറിയില്ല, അതിശയോക്തിയല്ല. ഈ എല്ലാ കൂട്ടാനിലും പിറ്റേ ദിവസം തൊട്ട് പാവയ്ക്ക തോരൻ, പാവയ്ക്ക അച്ചാർ, പാവയ്ക്ക അവിയൽ, സാമ്പാറിൽ പാവയ്ക്ക. മെർക്കാറ ആ ഭാഗത്തൊക്കെ കൂർഗിലൊക്കെ അത്രയും ഫിഷൊന്നും നന്നായിട്ട് അവൈലബിൾ അല്ല. അങ്ങനെ പാവയ്ക്ക കഴിക്കേണ്ടി വന്നു. പക്ഷെ അതിലൊരു നല്ല ഓർമ്മയുണ്ട് എനിക്ക്, ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് സുകുമാരി അമ്മ. ആ ലൊക്കേഷനിൽ കിക്കിലി ചേട്ടത്തി എന്ന് പറഞ്ഞ കഥാപാത്രം ആ സിനിമയിൽ ചെയ്തത് സുകുമാരി അമ്മ. സുകുമാരി അമ്മ 2 ദിവസം എന്നെ നോക്കി. അപ്പം സുകുമാരി എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഒന്നും കഴിക്കാൻ? ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാത്തിലും പാവയ്ക്ക, എനിക്ക് ഇഷ്ടമല്ല പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞു. അന്നു മുതല് വരുമ്പോ ലൊക്കേഷനിലേക്ക് കോൺഫ്ലേക്സ് ഒക്കെ മേടിച്ച് പ്രൊഡക്ഷനിൽ പോയി ഈ പാലിനകത്ത് കോൺഫ്ലേക്സ് ഇട്ട് നിറയെ പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി എനിക്ക് കൊണ്ടുതരും. അതുപോലെ സുമാരി അമ്മയുടെ ഒരു സ്പെഷ്യൽ കോഫി ഉണ്ട്, നല്ല രസമായിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി അതിന്റെ പുറത്ത് ഇങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ വെതറി തൂവിയിട്ടിട്ട് നല്ല ടേസ്റ്റ്. അത് വലിയൊരു ഗ്ലാസ്സിൽ വലിയ കപ്പില് എനിക്ക് കൊണ്ടുവന്ന് തരാം. അതെനിക്ക് വലിയൊരു അനുഭവമാണ്. ഇപ്പം ആ ലൊക്കേഷൻ ഓർക്കുമ്പോ എപ്പോഴും ഞാൻ സുമാരി അമ്മയുടെ. നവ്യ ഈ ഇഷ്ടത്തിന്റെ കന്നഡ വെർഷനിൽ അഭിനയിച്ചു അല്ലേ? ദൃശ്യത്തിന്റെ അല്ലേ? ദൃശ്യത്തിന്റെ 1 and 2 അഭിനയിച്ചു. അതൊരു ഭാഗ്യമായിരുന്നു അല്ലേ? ഈ കന്നഡ എങ്ങനെ? കന്നഡ നല്ല അടിപൊളിയായിട്ട് അറിയില്ല, ഒരു വാക്കും അറിയില്ല. അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ലല്ലേ? പ്രശ്നമില്ല. അപ്പൊ പിന്നെ ചുണ്ടനൊക്കെ എങ്ങനെയായിരുന്നു? ഡയലോഗ് ഞാൻ ബൈഹാർട്ട് ചെയ്യും. ഡയലോഗ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡയലോഗ് പറയുന്ന ഭാവം കണ്ടാല് അർത്ഥമെല്ലാം മനസ്സിലാക്കി ഞാൻ മലയാളത്തിൽ അതെല്ലാം കംപ്ലീറ്റ് എഴുതി വെച്ച് ഞാൻ ഫുൾ ഫ്ലെച്ച് പഠിച്ചിട്ടാ പോകുന്നത്. ഞാൻ പെട്ടെന്ന് പഠിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ പോയി ഡയലോഗ് പറഞ്ഞപ്പോ എന്റെ ആ ഒരു പ്രസന്റേഷൻ കണ്ടപ്പോ നടൻ വിചാരിച്ചു എനിക്ക് കന്നഡ നന്നായി വശമുണ്ട്. അപ്പൊ അത്രയ്ക്ക് സ്റ്റൈലായിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ ഉണ്ടല്ലോ. ഇത് ദൃശ്യത്തിലല്ല, ഇതിന്റെ ഫസ്റ്റ് പടത്തിലാണ് ഞാൻ പറയണേ. നമ്മൾ നമ്മുടെ ഭാഷയിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൗണ്ടേഴ്സ് പറയും, എന്തെങ്കിലും എക്സ്ട്രാ ഇംപ്രവൈസ് ചെയ്യും ടേക്കിലൊക്കെ. അപ്പൊ അതുപോലെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വിചാരിച്ചു കൊള്ളാം, ഈ കുട്ടിക്ക് കന്നഡ അറിയാവുന്ന തോന്നുന്നു, കുട്ടിക്ക് മലയാളം അറിയാവുന്ന തോന്നുന്നു എന്ന് പറഞ്ഞ രീതിയിൽ എന്നെ നോക്കിയിട്ട് ഡയലോഗ് ഇങ്ങനെയുള്ള കൗണ്ടറാ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്തോ ഒന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കുന്ന എന്തോ ഒരു സാധനമാണ് അയാൾ ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനുണ്ട് താൻ തന്നെ പണി നോക്കണമെന്ന് പറഞ്ഞു മലയാളത്തിൽ. നമ്മൾ കളിയാക്കി പറഞ്ഞ ഏത് ഭാഷയിലും താൻ തന്നെ പണി നോക്കണോ എന്ന് പറഞ്ഞു. ഇല്ല, അവർക്കാർക്കും മനസ്സിലായില്ല. അവരൊക്കെ ക്ലാപ്പ് ചെയ്തു. കാരണം ഒരു ഇംപ്രവൈസ് ചെയ്തൊരു സാധനത്തിന് ഞാൻ അവിടെ അങ്ങനെയാണല്ലോ, അവര് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ ആ ഒരു കൗണ്ടർ ഭാഷ അറിയാൻ വയ്യാത്ത ഒരാളെ സ്വന്തം ഭാഷയില്, പക്ഷെ താൻ പണി നോക്കണമെന്നാണെങ്കിൽ പോലും അവരത് അവരുടെ ഭാഷയിലേക്ക് അത് അങ്ങനെ തന്നെ ഡബ് ചെയ്ത് യൂസ് ചെയ്തു. കന്നഡ മാത്രം അറിയാവുന്ന ഡ്രൈവറോടൊപ്പം കുറെ മണിക്കൂർ യാത്ര ചെയ്തു, ലൊക്കേഷൻ ടു ലൊക്കേഷൻ അല്ലേ? അത് ഡ്രൈവർ കുറെ പഠിപ്പിച്ചോ കന്നഡ? അതായത് ഗ്രാമഫോണിന്റെ ഷൂട്ടിങ്ങിലാ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോ ഞാൻ, ദിലീപേട്ടൻ, സലീമേട്ടൻ, എൻ്റെ അച്ഛൻ, സുകുവേട്ടൻ, ക്യാമറമാൻ പി സുകുമാർ, അങ്ങനെ സിനിമയിലെ കുറച്ചധികം ആൾക്കാരുണ്ട്. ഡയറക്ടർ ആദ്യമായവരൊക്കെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവിടെ ഒരു മിനി ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് പ്ലാൻ. അപ്പൊ ഞങ്ങളുടെ സങ്കല്പത്തിലൊക്കെ ഭയങ്കര അടിപൊളി മിനി ബസ്സാണ് വരാൻ പോകുന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഡബു എന്നുള്ളൊരു പറക്കുന്തളിക ലൈനിലുള്ള ഒരു വണ്ടിയാണ് വന്നിരിക്കുന്നത്. വണ്ടി വന്നു. അപ്പൊ ഞങ്ങക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. നമ്മള് കേറിയപ്പോ ടീച്ചറിന്റെ അടുത്ത് പറയുന്നു റെസ്റ്റോറന്റ് ഗുഡ് റെസ്റ്റോറന്റ്. അപ്പൊ പുള്ളി നമ്മളെ നോക്കും, വെറുതെ ഇങ്ങനെ ആക്കും. പുള്ളി ഒന്നും പറയുന്നില്ല. അപ്പൊ ട്രാഫിക്. അപ്പം നമ്മൾ ആഫ്റ്റർ ട്രാഫിക് പ്ലീസ് വെരി മച്ച് ഹംഗ്രി, ബിഗ് ഹംഗ്രി. എല്ലാരും അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. അവർക്ക് മറ്റേ കമ്മീഷനുള്ള ഡാബ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഡാബ എത്തുന്നിടം വരെ നമുക്ക് ഫുഡ് തന്നില്ല. അത് 3 മണി ആയപ്പോഴേക്കും
നമുക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തി. ആ. ഇയാളോട് വണ്ടി നിർത്താൻ പറഞ്ഞ ഇയാൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇയാള് ഞങ്ങളെ മൈൻഡ് ചെയ്യാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. അവിടെ കൊണ്ടുവന്ന് നിർത്തി. പൊട്ട ഭക്ഷണമായിരുന്നു. ശരി, വേറെ എവിടെന്നെങ്കിലും കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ചൊക്കെ എന്തൊക്കെയോ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു 1 hour, ഒരു 4:30 അല്ലെങ്കിൽ 5 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ പോകുന്നു. വണ്ടി എന്ന് പറഞ്ഞിട്ട് ഇടിച്ചങ്ങനെ നിൽക്കുക. നോക്കുമ്പോ എന്താ വണ്ടിയിൽ പെട്രോൾ ഇല്ല. ഞങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. മലയാളത്തിലൊക്കെ ദിലീപേട്ടൻ കുറച്ച് ചീത്ത പറയാൻ തുടങ്ങി. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്, വണ്ടി എടുക്കുമ്പോൾ പെട്രോൾ അടിച്ചോണ്ടോ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു മറുപടിയും പറയുന്നില്ല, ഒരു വികാരവും ഇല്ല. എന്നിട്ടോ നാട്ടിലെങ്ങും ഒരൊറ്റ മനുഷ്യരും ഇല്ല. അപ്പൊ ഇയാള് ഞങ്ങളോട് ആരോടും ഒരു മറുപടിയും പറയാതെ ബാക്കിൽ ചെല്ലുന്നു, ഒരു കന്നാസ് എടുക്കുന്നു, അതുമായിട്ട് നടന്നങ്ങ് പോവാ പുള്ളി. ഇല്ല. അപ്പൊ ദിലീപേട്ടൻ അച്ഛനടുത്ത് പറയാം, ഓ ഇത് ഇയാടെ സ്ഥിരം ഏർപ്പാടാന്ന് തോന്നുന്നു, വണ്ടിക്കകത്ത് കന്നാസൊക്കെ റെഡിയാക്കി വെച്ചേക്ക. അങ്ങനെ ഇയാളങ്ങ് പോയി. ഞങ്ങൾ മറ്റേ തേന്മാവൻ കൊമ്പത്തെ സിനിമയിലെ പോലെ പോകുന്ന ചേച്ചിമാരോടൊക്കെ, ചേച്ചി ശ്രീഹള്ളി പോളം, അങ്ങനെ പോളം, വളി എല്ലാരോടും ഇങ്ങനെയൊക്കെ കളിച്ച് ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ ഡ്രൈവർ വന്നു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. കാരണം ചൂടെടുക്കുന്നു, അത് ഇതെന്നൊക്കെ അവൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു. അവിടെ ഇരുന്ന് ദംഷറാട്സ് കളികളും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ 2-2.5 മണിക്കൂർ. അപ്പോഴത്തേക്കൊക്കെ വെള്ളം തീർന്നു, കയ്യിലെ വെള്ളം തീർന്നു. ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾ അതിനെ തമാശകൾ കൊണ്ട് നിറച്ച് ഈ 6:30 മണിയായപ്പോ ഈ ചേട്ടൻ വന്നപ്പോ പിന്നെ ഞങ്ങൾക്ക് ഇയാളോട് ഒരു വിരോധവും ഇല്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഹംപി വരെ എത്തിച്ചാ മതി.